നമസ്കാരം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ എന്തുകൊണ്ട് CPM കൊലപ്പെടുത്തി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവയൊക്കെയാണ്. കണ്ണൂർ CPMന്റെ രഹസ്യ സ്വഭാവമുള്ള പല ഞെട്ടിക്കുന്ന വിവരങ്ങളും, അദ്ദേഹത്തെ CPM എന്തുകൊണ്ട് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി എന്നതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവ ഇതൊക്കെയാണ്. കണ്ണൂർ CPMന്റെ രഹസ്യ സ്വഭാവമുള്ള പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ADM നവീൻ ബാബുവിന്റെ പക്കലെത്തുന്നു. ADM എന്ന നിലയിൽ നിർഭയനും ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കുന്ന സ്വഭാവമില്ലാത്ത ഉദ്യോഗസ്ഥൻ കൂടി ആയതുകൊണ്ട് CPMന്റെ പല വിവരങ്ങളും പലരും പല ഭാഗങ്ങളിൽ നിന്നും നൽകുന്നു. ഈ വിവരങ്ങൾ നൽകുന്നത് എങ്ങാനും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ കണ്ണൂർ പോലൊരു ജില്ലയിൽ ആ വിവരം കൊടുക്കുന്നവന്റെ കാര്യം നാളത്തെ സൂര്യോദയം അവൻ കാണില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്രമേൽ ഈ ഉദ്യോഗസ്ഥനെ വിശ്വസിക്കാമെന്ന് മനസ്സിലാക്കിയാണ് ചിലരെങ്കിലും കണ്ണൂർ CPMന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ADM ആയിരിക്കെ നവീൻ ബാബുവിന് നൽകിയത്. ഇതോടെ CPMന് തങ്ങളുടെ സകല ഇടപാടുകളുടെയും വിവരം ADMന് കിട്ടിയെന്ന് മനസ്സിലായതോടെ അദ്ദേഹത്തെ തീർക്കാൻ പദ്ധതിയിടുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തട്ടിക്കളയുക എന്നത് പ്രയാസകരമായ കാര്യമാണെന്ന് CPMന് ബോധ്യമുണ്ടായിരുന്നു. ആ മരണം വിവാദമാകും. സാധാരണ CPM കൊലപാതകത്തിനുപയോഗിക്കുന്ന ഒരു രീതി ഇവിടെ പ്രായോഗികമല്ലെന്ന് പദ്ധതിയിട്ടവർക്ക് നന്നായിട്ടറിയാം. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തീർക്കുന്ന പതിവ് 51-41 വെട്ടുകൾ വെട്ടി കൊല്ലുന്ന ആ പതിവുണ്ടല്ലോ, ആ രീതി ഇവിടെ മാറ്റിപ്പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, അത്തരത്തിൽ പതിവ് രീതി അവലംബിച്ച് ഒരു കൊലപാതകം നടത്തിയാലും അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകളും സാഹചര്യവും അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ PP ദിവ്യയെ പാർട്ടി അവിടെ ചാവേറാക്കി ഇറക്കി കളിച്ചത്. ദിവ്യ ബോധപൂർവം തന്നെയാണ് അന്നേ ദിവസം യാത്രയയപ്പ് ചടങ്ങിൽ പോയതും നവീൻ ബാബുവിനെ അപമാനിച്ച് സംസാരിച്ചതും. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ, പ്രത്യേകിച്ചും ചുഴലി പഞ്ചായത്തിലെയും ദേവസ്വം ഭൂമി കയ്യേറിയതും പരമ്പരാഗത സ്വത്തുക്കളൊക്കെ വ്യാജ ആധാരമുണ്ടാക്കി മറിച്ചുവിറ്റതും, ഇതിന്റെയൊക്കെ രേഖകൾ നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായതോടെയാണ് ഈ കൊലപാതകം CPM ആസൂത്രണം ചെയ്യുന്നത്. ദിവ്യ ഒരു പക്ഷേ ഇതിലെ ഒരു കണ്ണി മാത്രമായിരിക്കാം. നവീൻ ബാബു കേസ് അന്വേഷിക്കുന്ന സംശയ നിഴലിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പതിവിൽ നിന്ന് വിപരീതമായി പോലീസ് സ്റ്റേഷനിൽ അന്ന് ചെന്നതും, CPMമായി ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിൽ നിന്ന് ചില കാര്യങ്ങൾ ചോർത്തിയതും, വിജിലൻസ് ഓഫീസിലേക്ക് നവീൻ ബാബു ചെന്നു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കുന്നുണ്ട്. ബന്ധങ്ങൾ ഉപയോഗിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ട രക്തക്കറ, അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്നുള്ളത്, അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന സംശയത്തിന് ആഴം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബം എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവീൻ ബാബു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അവയുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകളൊക്കെ കുടുംബത്തിന്റെ കൈവശമുണ്ട്. ഇവയൊക്കെ ആവശ്യം വന്നാൽ അവർ വെളിപ്പെടുത്തുകയും ചെയ്യും. നവീൻ ബാബു തൂങ്ങി മരിച്ചത് 1/2 സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള തുണി അലക്കി വിരിക്കാൻ അയകെട്ടുന്ന പ്ലാസ്റ്റിക് കയറിലാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറിൽ എങ്ങനെയാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചത് എന്നതാണ് സംശയം ഉയർത്തുന്ന കാര്യം. 55 കിലോ ഭാരമുള്ള ഒരാൾ തൂങ്ങി നിൽക്കുമ്പോൾ 100 കിലോയ്ക്ക് വീതെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്ലാസ്റ്റിക് കയറിൽ എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ മൃതദേഹം തൂങ്ങി നിന്നത് എന്നത് മറ്റൊരു ചോദ്യം. മാത്രമല്ല, നവീൻ ബാബു എവിടെ നിന്നാണ് ആ പ്ലാസ്റ്റിക് കയറി വാങ്ങിയത് എന്നും പോലീസ് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. ഇനി വാങ്ങിയെങ്കിൽ ആ കടക്കാരന്റെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? 3 തവണ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടേക്ക് പോയത്? ആ ഓട്ടോറിക്ഷക്കാരന്റെ മൊഴിയെടുത്തോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരമില്ല.
നവീൻ ബാബു മരിക്കുമ്പോൾ വീട് തുറന്നു കിടന്നിരുന്നു എന്നതും മരണകാരണം ആത്മഹത്യയല്ല എന്നതിന് സൂചനയായി മാറുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ എന്തിന് പുലർച്ചെ വരെ കാത്തിരുന്നു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. എന്തിനാണ് രാവിലെ 5 മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചത്? TV പ്രശാന്തൻ നവീൻ ബാബുവിന് കൊടുത്തു എന്ന് പറയുന്ന 98,500 രൂപ നവീൻ ബാബു എവിടെയാണ് ഒളിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ അത് കിട്ടിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിലും എത്തിയിട്ടില്ല. ഇതെല്ലാം തന്നെ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതിന്റെ തെളിവായി മാറുന്നുണ്ട്. നവീൻ ബാബുവിനെ മർമ്മം നോക്കി ചവിട്ടി ബോധം കെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തേണ്ടത്. വൃഷ്ണഭാഗത്ത് ചവിട്ടിയാൽ തൽക്ഷണം ബോധം പോകും. നമുക്കറിയാം, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ചില കളികളിൽ കളിക്കാർ പാഡ് ആ ഭാഗത്ത് സ്വകാര്യ ഭാഗത്തോ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് വൃഷ്ണഭാഗത്ത് ചവിട്ടി ബോധം കെടുത്തി കെട്ടിത്തൂക്കിയതാകാം എന്ന സാധ്യതയുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് റെനൽ ഓറിഫൈസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ വാസ് നോർമൽ എന്നാണ്. റെനൽ ഓറിഫൈസ് നോർമൽ ആണെങ്കിൽ പൈൽസിന്റെ ബ്ലീഡിംഗ് വരില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതല്ല എന്ന് വ്യക്തം. അതായത് മലവും മൂത്രവും ഒക്കെ പോകുന്ന ഭാഗത്ത് നവീൻ ബാബുവിന്റെ ആ ഭാഗങ്ങളിൽ യാതൊരു തരത്തിലുള്ള മുറിവുകളും ഉണ്ടായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതല്ലാതെ രക്തം പോകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടാകണം. അങ്ങനെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അടിവസ്ത്രത്തിൽ വന്നിരിക്കുന്ന ബ്ലഡ് മറ്റൊരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണെന്ന് സംശയിക്കേണ്ടിയും വരും. ഈ കൊലയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് ഡ്രൈവർ ഷംസുദ്ദീൻ ആണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഡ്രൈവർ ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും മൊഴിയെടുക്കുക പോലും ചെയ്തിട്ടില്ല കൃത്യമായ രീതിയിൽ. ഡ്രൈവറെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? കാരണം ആദ്യം എത്തിയത് മരണ വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് ഡ്രൈവർ ഷംസുദ്ദീനാണ്. സ്ഥിരമായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വീടിനുള്ളിൽ കയറാൻ എന്തിനാണ് ഷംസുദ്ദീൻ മടിച്ചത്? കളക്ടറെ വിവരം അറിയിക്കുകയും കളക്ടർ പാഞ്ഞടുക്കുകയും ചെയ്യുന്നു. ഇവർ രണ്ടുപേരെയും വേണ്ട വിധത്തിൽ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും ഒരു എഞ്ചിനീയറെ കൂടി കൂട്ടിയാണ് ആ വീടിനുള്ളിൽ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് എത്രയോ നേരം കഴിഞ്ഞതിനു ശേഷമാണ് പുറത്തേക്ക് വിവരം അറിയിക്കുന്നത്. മറ്റുള്ളവരൊക്കെ എത്തുന്നത് അതിനു ശേഷമാണ്. അതിനുള്ളിൽ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള തെളിവുകളെല്ലാം അവർ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഈ കേസിൽ ആദ്യം മുതൽ സംശയ നിഴലിൽ നിൽക്കുന്നവരാണ് കളക്ടറും ഡ്രൈവർ ഷംസുദ്ദീനും. ദിവ്യയെ മാത്രം ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് CPM ഇതുവരെ നടത്തിയത്. ഈ കേസ് തെളിയണമെങ്കിൽ CBI വരണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം ന്യായം തന്നെയാണെന്ന് ഇക്കാര്യത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഡ്രൈവർ ഷംസുദ്ദീനും കളക്ടർക്കും ഇതിൽ നിർണായക പങ്കുകളുണ്ട്. ഇവർ രണ്ടുപേരെയും വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ആരാണെന്നും ആരാണ് ഇവർക്ക് ഈ നിർദ്ദേശം നൽകിയതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ലഭിക്കും. പക്ഷേ അതിന് SITക്ക് കഴിയില്ല. ഇനി മറ്റൊരു പോലീസ് സംഘം വന്നാലും അവർക്കും കഴിയില്ല. കാരണം ആഭ്യന്തരം കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കണ്ണൂർ ലോബിക്ക് എതിരെ ഒരു കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാൻ കഴിയില്ല. കണ്ണൂർ ലോബിയുടെ ഒരു ഭാഗം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും. അതുകൊണ്ട് CBI ഈ കേസ് ഏറ്റെടുക്കണമെന്ന നവീൻ ബാബുവിന്റെ ആവശ്യം ന്യായമാണെന്ന് പറയേണ്ടിയും വരും.